ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം യൂട്യൂബ് ചാനലിൻ്റെ 459ാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബ്ലസ്സൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള കോടിമത അല്ലെങ്കിൽ നാട്ടകത്തിനൊക്കെ അടുത്ത് ലുലുമാളിൻ്റെയൊക്കെ അടുത്തുള്ള നാൽക്കവല എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. അതോടൊപ്പം തന്നെ വീഡിയോകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. 41.5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന 3 ബെഡ്റൂമുള്ള, അതുപോലെ 2 ടോയ്ലറ്റ് അകത്തും അതുപോലെ ഔട്ട് സൈഡിൽ, അതുപോലെ ടോയ്ലറ്റ് സെർവൻസിൻ്റെ ഔട്ട് ഹൗസിലുള്ള ടോയ്ലറ്റ് അങ്ങനെ അടക്കം മൊത്തത്തിൽ നല്ലൊരു മുറ്റമൊക്കെ പ്രാധാന്യം ചെയ്യുന്ന നല്ലൊരു വീടാണ് നമ്മളിന്ന് കാണുവാനായിട്ട് വന്നിരിക്കുന്നത്. വീട് കുറച്ച് പഴക്കമേ ഉള്ളൂ, എങ്കിലും നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു വീടാണ്. 150 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. നാൽക്കവല ജംഗ്ഷനാണ് തൊട്ടടുത്തുള്ള ജംഗ്ഷൻ. എല്ലാവിധ സാധനങ്ങളും നമുക്ക് ലഭിക്കുന്ന ഒരു ജംഗ്ഷനാണ് നാൽക്കവല ജംഗ്ഷൻ. കോട്ടയമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. 4 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ കൂടുതൽ നമുക്ക് കോട്ടയം ടൗണുമായിട്ടും വരുന്നില്ല. കണ്ടല്ലോ, സാധാ മണലിൻ്റെ ഒക്കെ വിരിച്ചിരിക്കുന്ന ഒരു മുറ്റമാണ്. വീടിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു മാവ്, നല്ലതായിട്ട് കായ്ക്കുന്ന ഒരു മാവുണ്ട്, കടയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ചേർന്ന് ഒരു പ്ലാവുമുണ്ട്, ബഡ് പ്ലാവാണ്. 3.5 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ലുലുമാളിലോട്ടുള്ള ദൂരം. ലുലുമാളുടെ സമയത്തായിട്ട് ഈടെയായിട്ട് ഒത്തിരി പ്രോപ്പർട്ടികൾ വിൽക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വിലയൊക്കെ കൂടുതലാണെങ്കിൽ ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് അഫോർഡബിളായിട്ടുള്ള വിലയാണ് നൽകിയേക്കുന്നത്. നമ്മുടെ മുറ്റമൊക്കെ തിരിച്ച് മതിലുകളും കോമ്പൗണ്ടുകളൊക്കെ തിരിച്ച് നന്നായിട്ടിരിക്കുന്നത്. കിണർ ഈ താഴെ കാണുന്നതാണ് കിണർ. ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ്. ഒരിക്കലും വറ്റാത്ത ഒരു കിണറാണ് ആ ഒരു പ്രോപ്പർട്ടിക്കകത്തുള്ളത്. താഴോട്ട് കിടക്കുന്ന സ്ഥലമാണ് ബാക്കിയുള്ള 41 സെൻറ്റിനോളം വരുന്ന പ്രോപ്പർട്ടി. വീടിൻ്റെ ആ ഒരു കോമ്പൗണ്ടുകൾ കഴിഞ്ഞിട്ട് പുറകോട്ട് കിടക്കുന്നതാണ് ആ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത്. വാഴയും തെങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ജാതിമരമുണ്ട്, റംബുട്ടാനുണ്ട്, അങ്ങനെ കുറച്ച് ഫലങ്ങളൊക്കെ നൽകുന്ന മരങ്ങളൊക്കെ ആ ഒരു പ്രോപ്പർട്ടി നിൽപ്പുണ്ട്. 4.5 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. നമ്മളിപ്പോൾ അടുക്കളയുടെ ബാക്ക് വശമാണ് വീടിൻ്റെ ബാക്ക് വശമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുക്കള ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ സെർവൻസ് റൂം വിത്ത് ടോയ്ലറ്റ്, കിച്ചണെല്ലാം തന്നെ ഇതിനകത്ത് ഇതുണ്ട്. ഇവിടെ റംബുട്ടാൻ്റെ ഒരു ചെറിയൊരു മരം ഇവിടെ നിൽപ്പുണ്ട്. വീടിൻ്റെ ബാക്ക് വശത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് വീടിൻ്റെ സൈഡ് വഴി കടന്ന് അവിടെ കുറേ വാഴകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞത് വീടിൻ്റെ ഇരുവശത്താണ് നമുക്ക് ധാരാളം നടക്കാനുള്ള ഇടയും കാര്യങ്ങളും എല്ലാം നിൽപ്പുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ ആ കയറി വരുന്ന മുറ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. വണ്ടി ഇങ്ങോട്ട് കയറി ഇവിടെ ഏതൊരു ചെറിയ സിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ ധാരാളമുള്ള ഏരിയയാണ്. എനിക്ക് ഈ വീടിൻ്റെ മുറ്റമാണ് വളരെയേറെ ഇഷ്ടപ്പെട്ടത്. ഗേറ്റ് കടന്ന് വരുമ്പോൾ നല്ല മണലൊക്കെ വിരിച്ച് തനി ആറ്റുമണൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു മുറ്റം തന്നെയാണ്. ആ പഴമയുടെ ആ ഒരു തനിമ തന്നെ നിലനിൽക്കുന്നു. ധാരാളം മുറ്റം, ഒരു 10-12 വണ്ടികൾക്ക് സുഖമായിട്ട് കിടക്കാവുന്ന രീതിയിലുള്ള മുറ്റമാണ്. വീടിൻ്റെ ടൈലുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യത്യസ്തമായ ടൈലൊക്കെ നൽകി. വീടിൻ്റെ ഫ്രണ്ട് വശത്തെ ഡോറുകളും കാര്യങ്ങളും എല്ലാം തേക്കിൻ തടി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു മോഡലോട്ട് ഞാൻ വീഡിയോ അതിൻ്റെ ഓണർ എനിക്ക് തന്ന വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പ് മോഡല്ല, ലോങ് മോഡിലാണ് ആ വീഡിയോ എടുത്തിരിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ആ വീടിൻ്റെ ഉൾവശമെല്ലാം കാണാവുന്ന രീതിയിൽ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. ജനാലുകളൊക്കെ നൽകി ലിവിങ് ഏരിയയ്ക്ക് നല്ല വെളിച്ചവും വെട്ടമൊക്കെ നൽകുന്നുണ്ട്. കണ്ടല്ലോ, ധാരാളം വെളിച്ചം നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട്. വീടിന് ധാരാളം ജനാലകളൊക്കെ കൊടുത്തേക്കുന്നുണ്ട്. നല്ല വെളിച്ചം വീടിൻ്റെ ഉള്ളിൽ ലൈറ്റൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഇതാ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഒരു ബെഡ്റൂമുണ്ട്. ബെഡ്റൂമൊക്കെ അസാമാന്യ വലിപ്പമുള്ള വലിയ ബെഡ്റൂമുകളാണ്. ലോങ് ഹോളും കാര്യങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ബെഡ്റൂമും അതുപോലെ ബാത്റൂമും ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെയും കോമൺ ബാത്റൂമായിട്ടാണ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്.
പഴയ കാലത്ത് വീടിനോട് ചേർന്ന് ആരും കൊടുക്കത്തില്ലായിരുന്നു. ആ രീതിയിലാണ് ഇവിടെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ കിച്ചൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോകാം. കിച്ചണിൽ നല്ല ധാരാളം സ്പേസ് ഉണ്ട്. കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും അവിടെയും നൽകിയിട്ടുണ്ട്. സ്റ്റോർ റൂമും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടിയുടെ താഴത്തെ നിലയിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് സെക്കൻഡ് അടുക്കളയാണ്. അവിടെ നല്ല വെളിച്ചവും വെട്ടവും എല്ലാം നൽകുന്നുണ്ട്. ഓക്കെ, നമുക്കിനി വീടിൻ്റെ സ്റ്റെയർകേസ് കയറി മുകളിലേക്ക് പോകാം. ആ സ്റ്റെയർകേസ് കിടന്ന് നമുക്ക് മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് വിശാലമായ ഒരു ഏരിയ നമുക്ക് മുകളിലത്തെ നിലയിൽ ലഭിക്കുന്നുണ്ട്. ഇടതുവശത്തായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ബെഡ്റൂം നമുക്ക് കാണുവാൻ കഴിയും. കബോർഡുകളെല്ലാം ചെയ്ത് നല്ല ഫിനിഷ് ആക്കിയിട്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു ബെഡ്റൂം നമുക്ക് കാണുവാൻ കഴിയും. അതിനോടൊപ്പം ചേർന്ന് തന്നെ ഒരു ബാത്റൂമും കോമൺ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഈ മുകളിലത്തെ നിലയിലുള്ള ഒരു കാഴ്ച എന്ന് പറയാനായിട്ട്. നല്ല രീതിയിൽ തന്നെ വീടിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആവശ്യ സാധനങ്ങളും തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടാനും മറക്കണ്ടേ. അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ വിലയും വിവരങ്ങളും ഒക്കെ ഇതിൻ്റെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനും ഞെക്കുക. നിങ്ങൾക്ക് പുതിയ വീഡിയോകളൊക്കെ വരുന്നതെല്ലാം നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. വീടിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ഏരിയ തന്നെയാണ്. നല്ലൊരു ശാന്താനികമായിട്ട് ഏരിയ ആണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.